ഈ ഗൂഗിൾ സെർച്ചാണ് കുറേ നാളായിട്ട് ഇന്റർനെറ്റിനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് AI ഇവിടെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ AI പവേർഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന പേജസ് ജസ്റ്റ് ഫൈൻഡ് ചെയ്ത് തരാൻ മാത്രമല്ല ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ ഇന്റന്റ് മനസ്സിലാവുന്നു, ആൻസേഴ്സ് സമ്മറൈസ് ചെയ്യുന്നു, ആൻഡ് ഈവൻ നമ്മുടെ കോണ്ടന്റ് ജനറേറ്റ് പോലും ചെയ്യുന്നു. അത് ആ സ്പോട്ടിൽ തന്നെ അല്ലേ. ഇന്ന് നമുക്ക് നോക്കാം ഈ AI സെർച്ച് എഞ്ചിൻസ് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റീഷേപ്പ് ചെയ്ത് തരുന്നതെന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എന്തുകൊണ്ട് ഈ ഒരു ഓൾഡ് സെർച്ച് മെത്തേഡ്സ് നിങ്ങൾക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും എന്നുള്ള രീതിയിൽ. ഈ കീവേഡ്സ് ടൈപ്പ് ചെയ്യുന്നത് 10ലധികം ബ്ലൂ ലിങ്ക്സ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് എല്ലാം സ്ലോയി ഇൻആക്യുറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള സെർച്ച് നിങ്ങൾക്ക് റിസൾട്ട്സ് തരാറുണ്ട്, ബട്ട് എപ്പോഴും കോണ്ടെക്സ്റ്റ് അല്ല. ഈവൻ റിലവൻസി ഓർ ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ. ഈവൻ വിത്ത് ഗൂഗിൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പേജസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലേ. സോ എങ്ങനെയാണ് ഈ AI സെർച്ച് എഞ്ചിൻസ് ഇതെല്ലാം സോൾവ് ചെയ്യുന്നു എന്നുള്ള രീതി നമുക്ക് നോക്കാം. ആൾക്കാർക്ക് സ്മാർട്ടറും ഫാസ്റ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് എപ്പോഴും ആവശ്യം. ഈ AI സെർച്ച് എഞ്ചിൻസ് ആയിട്ടുള്ള പെർപ്ലെക്സിറ്റി AI, ബിങ് ഇതെല്ലാം ജസ്റ്റ് ലിങ്ക് മാത്രമല്ല, ഇത് സമ്മറൈസ് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും, ആൻഡ് ഈവൻ ആൻസർ പോലും ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിനനുസരിച്ച്. ഇവർ മൾട്ടിപ്പിൾ സോഴ്സസ് ചെയ്യുന്ന അനലൈസ് ചെയ്യും, കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ആൻഡ് ഈവൻ ആക്ഷനബിൾ ആയിട്ടുള്ള സജഷൻസ് പോലും ജനറേറ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റുന്നതായിരിക്കും. ബട്ട് ഇതൊക്കെ ആണെങ്കിൽ ഗൂഗിളിന് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഇൻഫോർമേഷൻ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടാണ് ആവശ്യം അല്ലേ. ഈ AI സെർച്ച് എഞ്ചിൻസിന് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാം, ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം, ആൻഡ് ഈവൻ പ്രൊഫഷണൽസിന് കോൺഷ്യസ് ആയിട്ടുള്ള ആൻസേഴ്സ് പോലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് മാത്രമല്ല, സമ്മറൈസ് ചെയ്യാനും കോണ്ടന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോലും ഇതിനെ കൊണ്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗൂഗിളിംഗ് ആയിരുന്നാലും സ്ക്രോളിംഗ് 5 പേജസ് ആയിരുന്നാലും AIക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ഈവൻ കമ്പയറിംഗ് ആയിരുന്നാലും സമ്മറൈസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ബട്ട് ഈ AI സെർച്ച് എഞ്ചിൻസ് ഈ ആക്യുറസിന്റെ കാര്യത്തിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത് നോക്കാം. AI ജനറേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നാം, പക്ഷെ എല്ലാം ആക്യുറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് വെരിഫൈ ചെയ്യേണ്ടി വരും, ഫാക്ട്സ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും, ആൻഡ് യൂസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ഈ ഒരു AI സെർച്ച് എന്നുള്ളത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ട് മാത്രം കണക്കാക്കുക, അല്ലാണ്ട് അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള രീതിയിൽ അല്ലാണ്ട് നിൽക്കുക. ഓക്കെ, സോ ഫ്യൂച്ചർ സെർച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഈ AI സെർച്ച് എഞ്ചിൻസ് ഗെയിം ചേഞ്ചിങ് പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈം സേവ് ചെയ്യുന്നു, കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ ഫാസ്റ്റ് ആയിട്ട് പോലും ആക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫ്യൂച്ചർ ഓഫ് ഓൺലൈൻ സെർച്ച് എന്നുള്ളത് ലിങ്കുകൾ കുറവുള്ള രീതിയിലായിരിക്കും, ആൻഡ് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അത് വരാൻ പോകുന്നത്. ഞാൻ ഈ AI സെർച്ച് യൂസ് ചെയ്യുന്നുണ്ട് എന്തിനൊക്കെ നോക്കി കഴിഞ്ഞാൽ റിസർച്ച്, കോണ്ടന്റ് ഐഡിയാസിന്, ആൻഡ് അതെനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഫാസ്റ്റും റിലയബിളും റിലവൻറ്റും ആയിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാലും എനിക്കതൊരു ഡബിൾ ചെക്ക് ചെയ്യേണ്ടുള്ള രീതിയിൽ അത് വരുന്നുണ്ട്. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഒക്കെ ചെയ്ത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് ചെക്ക് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ ഇതേപോലത്തെ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ടെക് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ.